ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു 2-3 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി നേരത്തെ തന്നെ മാറ്റി വെച്ചിരുന്നു. അത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ആ പുളിയുടെ പീസസ് മാത്രം മാറ്റിയെടുക്കുക. കണ്ടോ, ഈ ഒരു കൊന്ത് മാറ്റിയതിന് ശേഷം ആ വെള്ളം എടുക്കണം. അതിനകത്തേക്ക് ഞാനൊരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്, എരിവിനനുസരിച്ച്. 1 ടീസ്പൂൺ അത്യാവശ്യം ലെവൽ ചെയ്ത് മല്ലിപ്പൊടി എടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഏകദേശം സെയിം അളവിലെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ആ പുളി വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു നുള്ള് ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ആ മസാലപ്പൊടികൾ നന്നായിട്ട് ആ പുളി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 15ഓളം ചെറിയ ഉള്ളി, കാരണം കുറച്ച് വട്ടത്തിൽ അരിയുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 10 എടുത്താലും മതി കേട്ടോ. അത്യാവശ്യം ഉള്ളി വേണം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. വലുതാണെങ്കിൽ 10 മതി, നല്ല വലിപ്പമുള്ളതാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു 15 ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിയാം. ഇനി നല്ല പോലെ മൂത്ത് കിട്ടണം. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാം. ആ ഉള്ളി നന്നായി മൂക്കുമ്പോഴാണ് ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങ ചേർക്കാത്ത കറികൾ തന്നെയാണ് കേട്ടോ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു റെസിപ്പീസ് അതാണ് കേട്ടോ. കാരണം തേങ്ങ ചേർക്കാത്ത കറികൾ വേണം എന്നാണ്. അപ്പോൾ എന്താ, ഒരു പൊട്ട് കായം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കായപ്പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്തോളൂ. കണ്ടോ, ഇതുപോലെ ഒരു കഷ്ണം. പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കാത്ത കറികൾ ഉണ്ടാക്കാനാണ് ഒരുപാട് റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയും മൂക്കണം കേട്ടോ. ഉള്ളി കറക്റ്റായിട്ട് മൂത്ത് കിട്ടുമ്പോഴാണ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും നമ്മുടെ കറിക്ക് കിട്ടുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, പക്ഷേ ആ ഒരു കരിഞ്ഞു പോവുകയും ചെയ്യും, ഒരു കയ്പ്പ് രസം വരികയും ചെയ്യും. അപ്പോൾ ഉള്ളിതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കരുത്, എന്നാൽ ഓവർ തിക്കാക്കി എടുക്കരുത്. ആ ഒരു പരുവാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഒഴിച്ചേറിയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ അളവിൽ വേണം പുളി ചേർത്ത് കൊടുക്കാൻ. പുളി കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്ന് കരുതി ഒരുപാട് പുളി ആവാനും പാടില്ല. പക്ഷേ ആ കറിക്ക് ആ ഒരു പുളിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പുളി ഉണ്ടാവണം, എരിവുണ്ടാവണം. ആ ഒരു രീതിയാണ്. ഓവർ എരിവാവരുത്, എന്നാലും അത്യാവശ്യം എരിവുണ്ടാവണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. പണ്ട് കാലത്ത് അമ്മമ്മയൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണെന്ന് അമ്മ പറയാറുണ്ട്. എല്ലാ ദിവസവും ഈ ഒരു കറി ആയിരിക്കും ഉണ്ടാക്കുകയെന്ന്. കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഈ ഒരു കറി മതി ചോറുണ്ണാനെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നല്ല പോലെ തിളക്കട്ടെ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ആ പുളിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കറക്റ്റ് അളവിൽ ചേർക്കുക. നല്ല എരിവ്, അത്യാവശ്യം എരിവുണ്ടാവും. നല്ല എരിവ് വേണ്ടുന്നവർക്ക് അതിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇതൊരു മീഡിയം എരിവാണ് കേട്ടോ. അത്യാവശ്യം എരിവുണ്ടാവും ആ 1 ടീസ്പൂൺ ചേർത്താൽ. നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല പോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു പാൻ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ഞാൻ ഓഫ് ചെയ്തു. കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 8-10 ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതി, കൂടുതൽ ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട, അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം. ഈ സമയത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട്, അതൊന്നും കനം കുറച്ച് അരിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി, നമ്മുടെ വറ്റൽമുളക് ചതച്ചതുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു എരിവാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ, കാരണം ചതച്ച മുളകായതുകൊണ്ട് തന്നെ കുറച്ച് എരിവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക.
അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ഉണ്ടോ, നല്ല നൈസായിട്ട് അരിയണം കേട്ടോ, ഒരുപാട് തിക്കായിട്ട് അരിയരുത്. ഒരു 3-4 ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കഴിഞ്ഞാൽ ബീട്രൂട്ട് ചേർക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇതേ രീതിയിൽ കനം കുറച്ച് നല്ല നൈസായിട്ട് നമ്മുടെ പൊട്ടറ്റോ കൂടി ചേർത്താലും ഉരുളക്കിഴങ്ങ് കൂടി ചേർത്താലും കൂടുതൽ ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. സെയിം അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലങ്ങനെ അളവും കാര്യങ്ങളും ഒന്നുമില്ല. ആ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി അധികം ചേർക്കില്ലല്ലോ, നമ്മൾ സാധാരണ രീതിയിൽ തന്നെയാണ്. പിന്നെ ക്രഷ്ഡ് ചില്ലി നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എരിവ് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ക്രഷ്ഡ് ചില്ലി ആയതുകൊണ്ട് തന്നെ എരിവ് കുറയ്ക്കുക. അപ്പോൾ വെള്ളം നന്നായി ഡ്രൈ ആയി ബീട്രൂട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് മുട്ട അതിലേക്ക് ഇട്ടത്. ജസ്റ്റ് സവോള മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ മുട്ടയിൽ, ഉപ്പും. എന്നിട്ട് മുട്ട ഒഴിച്ച് ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും ചതച്ച വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പീസാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാനിതിലേക്ക് ഇനി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട്, നമ്മുടെ മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തു, നമ്മുടെ ബീട്രൂട്ട്. ഇനി നമ്മളിതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കുറച്ച് മാങ്ങാച്ചാറാണ്. ഇനി ഇത് കണ്ടോ, ഇത് സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ഒരിത്തിരി വിനീഗറും ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടുക. വേറെ ഒന്നും ഇടില്ല, ആവശ്യത്തിന് ഉപ്പും വിനീഗറും കൈകൊണ്ട് നന്നായി ഞെരടിയിട്ട് അതുകൂടി വയ്ക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരിത്തിരി വിനീഗറിൻ്റെ അളവ് കൂടരുത് നമ്മുടെ ഉള്ളി വെച്ചുള്ള കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലഞ്ച് റെസിപ്പീസ് 3-4 കൂട്ടം കറികളും ചേർത്തുള്ള ഉച്ചയൂൺ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഒരു 10-45ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചേർക്കാത്ത കറികൾ ചേർത്തുള്ള ഉച്ചയൂൺ റെസിപ്പീസും വെജിറ്റേറിയൻ റെസിപ്പീസും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലഞ്ച് മെനു അല്ലെങ്കിൽ ഉച്ചയൂൺ റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, ഉച്ചയൂൺ റെസിപ്പീസ്. ഞാൻ പറഞ്ഞ പോലെ സവോള കുറച്ച് ഉപ്പും നല്ല കനം കുറച്ച് അരിയുക, ഒരു ഇത്തിരി ഉപ്പും ഇത്തിരി വിനീഗറും മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.